ഞാൻ കഴിഞ്ഞ 1-2 പ്രോഗ്രാം ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഈ അക്വേറിയം എവിടെയാണ് വെക്കേണ്ടത്, അതല്ലെന്നുണ്ടെങ്കിൽ അതിന് എത്ര മത്സ്യങ്ങളാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത്, അത് ഏതൊക്കെ ദിക്കുകളിലാകാം, എവിടെ ആയിക്കൂടാ എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായി. അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊന്ന് കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വടക്ക് ഭാഗം, വീടിൻ്റെ പുറത്ത് വടക്ക് ഭാഗത്ത് നമുക്ക് ഒരു സിമൻറ്റ് ടാങ്കോ അല്ലെങ്കിൽ എന്ത് അക്വേറിയമോ എന്തായാലും ശരി തന്നെ വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് നമുക്ക് മത്സ്യത്തെ വളർത്താം. അത് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു ആമയെ വളർത്തുന്നതും തൊഴിലിനും ദീർഘായുസിനും വളരെ നല്ലതാണ്, വീടിൻ്റെ പുറത്ത് വടക്ക് ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ സ്വീകരണ മുറിയുടെ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ നോർത്തിൽ വടക്ക് ഭാഗത്തും നമുക്ക് ഈ മത്സ്യത്തെയോ ആമയോ ഒരു ടാങ്കിൽ ഇട്ട് വെക്കുന്നതും അത് നമുക്ക് തൊഴിൽപരമായിട്ടും അഭിവൃദ്ധി തരുന്നത് നല്ലൊരു ടൂളാണ്. അതുപോലെ തന്നെ വടക്കിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഫുങ്ഷോ പ്രകാരം വടക്ക് ഭാഗത്തെ നമ്പർ 1 ആണ്. അപ്പോൾ വടക്ക് ഒരു മത്സ്യം, ഇപ്പം ഒരു അരോന അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവറോൺ എന്ന് പറഞ്ഞിട്ട് ഒരു മത്സ്യമുണ്ട്. അത് നമ്മുടെ ചൈനയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ബോഡിയിൽ ഈ ചൈനീസ് ലെറ്റർ തെളിഞ്ഞു വരും, മനസ്സിലായില്ല. അതൊരു പീരീഡ് 8 എന്ന് പറയുന്ന പീരീഡിലേക്ക് ഉള്ള ഒരു ഫിഷാണ്. അത് നമുക്ക് ഈ നോർത്ത് ഭാഗത്ത് ഒറ്റ ഫിഷായിട്ട് വളർത്തുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ നോർത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അരോന ആയാലും ഒരു അരോന, ഫിഷായ ഫ്ലവറോൺ ആയാലും ഒരു ഫ്ലവറോൺ, ആ ഒരു നമ്പർ പ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാവുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, 1, 9. 8, 1, 9 എന്ന് പറയുമ്പോൾ 8 ഗോൾഡ് ഫിഷും ഒരു ബ്ലാക്ക് മോർ എന്ന് പറഞ്ഞ ഫിഷും, ഇങ്ങനെ 9 മത്സ്യങ്ങളായിട്ട് ആ ഭാഗത്ത് വളർത്താം. അപ്പോൾ അതും നല്ലൊരു പ്രോസ്പെരിറ്റി നമ്പറാണ്. മാത്രവുമല്ല മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ 8 എന്നുള്ള 10, 12 ആയിപ്പോയാലും അവിടെ ഒരു വാട്ടർ ആക്ടിവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുങ്ഷോയിൽ നല്ലത് തന്നെയാണ്. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം, 1-2 പേര് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ കണക്ക് നമ്മളതിൽ 12 മത്സ്യം കിടപ്പുണ്ട്, അപ്പോൾ അതിനെ 3 മാറ്റണോ അല്ലെങ്കിൽ 3 കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, അവിടെ അത് ഒരു 12 മത്സ്യമായാലും ആ ഒരു ആക്ടിവേഷൻ അവിടെ ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അവിടെ ഏറ്റവും നല്ല നമ്പർ 1 ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ വളർത്താവുന്ന മറ്റൊരു ദിക്കെന്ന് പറയുന്നത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗമാണ്. തെക്ക് കിഴക്ക് ഭാഗത്തും ഇതുപോലെ അരോനെ വളർത്തുന്നത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും. വടക്ക് വശത്ത് നമ്മൾ അരോനെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടാണ് വളർത്തുന്നത്. അതേസമയം അത് തെക്ക് കിഴക്കോട്ട് മാറുമ്പം സാമ്പത്തിക അഭിവൃദ്ധിയായിട്ടാണ് നമുക്ക് തരുന്നത്. അതുപോലെ തെക്ക് കിഴക്ക് 8 ഗോൾഡ് ഫിഷും ഒരു ബ്ലാക്ക് മോറും കൂടെ അവിടെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി തരാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ വീടിൻ്റെ ഈ 2 ഭാഗങ്ങളിലായിട്ട് നമുക്ക് വാട്ടർ ബോഡി വെക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ വാട്ടർ ബോഡി വെച്ചുകൂടാത്തൊരു ദിക്കെന്ന് പറയുന്നത് സൗത്താണ്. സൗത്തിൻ്റെ ഇതെന്ന് പറയുന്നത് ഫയറാണ്. അപ്പോഴത്തേക്ക് ആ ഫയർ വരുന്ന സ്ഥലത്ത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ നേരെ താഴേക്ക് വരുന്നൊരു അവസ്ഥയുണ്ടാകും. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയങ്കീഴ് ഒരു വീട് പോയി കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ അവരുടെ സൗത്തിൽ ഞാനൊരു വാട്ടർ ഫൗണ്ടൻ വെച്ചു. സൗത്തിൽ വാട്ടർ ഫൗണ്ടൻ വെച്ചപ്പോൾ അവർ ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ അയ്യോ സൗത്തല്ലേ ഇത്, സൗത്തിൽ വെള്ളം വരാവോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് നമുക്ക് സൗത്തിൽ വാട്ടർ സ്റ്റാർ 8 നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടെ ഒരു വാട്ടർ ബോഡി വെക്കാം. പക്ഷേ ആ ഒരു വെള്ളത്തിന് ഒരു കണക്കുണ്ടായിരിക്കണം, ഓവർ ആവാൻ പാടില്ല. അപ്പോൾ ചെറിയൊരു ഫൗണ്ടനൊക്കെ അവിടെ വെച്ച് ആക്ടിവേഷൻ ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല. അത് പക്ഷേ ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് വാട്ടർ സ്റ്റാർ 8 അവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ യാതൊരു കാരണവശാലും സൗത്തിൽ നമുക്ക് വെള്ളം വെക്കുന്നത് നല്ലതല്ല. അതുപോലെ നമുക്ക് വീട്ടിൽ പിന്നെ പ്രധാനമായിട്ടും വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വേറിയമോ ഇത് ഫൗണ്ടനെ വെക്കാൻ പറ്റിയ മറ്റൊരിടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക. ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ആദ്യമായിട്ട് ചിലപ്പോൾ പ്രോഗ്രാം കാണുന്നവർക്ക് എന്താണെന്ന് അത് പിടികിട്ടി കാണത്തില്ല. വീട് പണി കഴിപ്പിച്ച വർഷം അത് നമുക്ക് അതിലൊരു പീരീഡ് കിട്ടും. ഏത് പീരീഡിലാണ് വീട് പണി കഴിപ്പിച്ചതെന്നുള്ളൊരു നമ്പർ കിട്ടും. വീടിനകത്തു നിന്നും പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു ഡിഗ്രി ഉണ്ട്, ആ ഡിഗ്രിയും നമുക്ക് കിട്ടും. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഒരു കണക്കുണ്ട്. ആ കണക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ദിക്കിലും 2 നമ്പറുകൾ വീതം വരും. ആ നമ്പറുകളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ഫ്ലെയിങ് സ്റ്റാർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു വീട്ടിൻ്റെ കാതലായ മർമ്മപ്രധാനമായിട്ടുള്ള സ്റ്റാറാണ് ഈ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലെയിങ് സ്റ്റാർ കണ്ടുപിടിക്കുക. ഫ്ലെയിങ് സ്റ്റാർ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു വെൽത്ത് സ്പോട്ട് ഉണ്ട്. ആ വെൽത്ത് സ്പോട്ടിൽ നമ്മൾ കൊണ്ടുവന്ന് ഒരു അക്വേറിയം വെച്ച് കൊടുക്കുക. അവിടെ നമ്മൾ വാട്ടർ ഫൗണ്ടൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക.
നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് വന്ന് നിറയുന്നത് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം ഇത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഫൗണ്ടൻ വയ്ക്കാം, അക്വേറിയം വയ്ക്കാം. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും. പിന്നെ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞ 2 സ്ഥലങ്ങളെന്ന് പറയുന്നത് നോർത്തും സൗത്ത് ഈസ്റ്റുമാണ്. അപൂർവം ചില വീടുകളിൽ അവിടെ ഇത് വെക്കുമ്പോൾ ചിലപ്പം ചില കലഹമോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് മാറ്റേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫ്ലൈങ് സ്റ്റാർ, ഇപ്പോൾ ഓരോ വീട്ടിനും ഫ്ലൈങ് സ്റ്റാർ ഉണ്ട്. അപ്പോൾ നമുക്കത് പിന്നെ പുറമേ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഫ്ലൈങ് സ്റ്റാർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു 4-3 കോമ്പിനേഷൻ ആണ് നോർത്തിൽ വന്നിരിക്കുന്നത്. അവിടെ ഒരു കാരണവശാലും പിന്നെ അക്വേറിയം വെക്കാൻ പറ്റില്ല. അക്വേറിയം വെച്ച് കഴിഞ്ഞാൽ അവിടെ കലഹം ഉണ്ടാവും. സൗത്ത് ഈസ്റ്റിൽ ഒരു 4-3 കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്, അവിടെ നമുക്കിത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്ലൈങ് സ്റ്റാറും കൂടെ നോക്കി അതും കൂടെ മനസ്സിലാക്കി ചെയ്യുന്നത് 100% നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കി നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടാവും.